SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും. ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് എന്നൊക്കെയുള്ളതാണ് പേരിലുള്ളതെങ്കിലും നമുക്കറിയാം PFI എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമാണ്. PFIയെയും SDPI ഒക്കെ നമുക്ക് അറിയാവുന്നത് അല്ലെങ്കിൽ ജനശ്രദ്ധയിലേക്ക് വരുന്നത് തന്നെ 2010 ജോസഫ് മാഷിനെ കൈവെട്ടിയതിലൂടെയാണ്. പിന്നീട് അവര് ആലപ്പുഴയിൽ വെച്ചിട്ട് ഒരു അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോട എന്ന് പറഞ്ഞ് ഹിന്ദുക്കളോടും ക്രിസ്ത്യൻസിനോടും ഒക്കെ ആഹ്വാനം ചെയ്യുന്നതായി സംശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു. ഒരു കുട്ടിയെ കൊണ്ടാണ് അത് വിളിപ്പിച്ചത്. അത് പിന്നീട് കേസാവുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള സംഘടന പിന്നീട് നിരോധിക്കപ്പെടുകയും പണ്ട് സിമിയുടെ ഒക്കെ സംഘടനയുടെ ശേഷം വന്നിട്ടുള്ള അതേ രൂപത്തിലുള്ള ഒരു സംഘടനയാണ്. അതിന്റെ നേതാക്കളെല്ലാം രായ്ക്ക് രാമാനം നമ്മുടെ NIA ടീം വന്ന് അറസ്റ്റ് ചെയ്യുകയും അവരെ ഡൽഹിയിൽ ഇപ്പൊ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ പുറം ലോകം കാണുമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു PFI എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ വിങ് ആണ് SDPI എന്ന് പറയുന്നത്. അവർ കഴിഞ്ഞ ദിവസം ഒരു കടുങ്കൈ ചെയ്തു. ആ കടുങ്കൈ ചെയ്തത് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ചിട്ട് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, അദ്ദേഹമാണ് ഇപ്പൊ അതിന്റെ നേതാവ്, അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും UDFന് അതായത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു നിരുപാധികമായിട്ടുള്ള പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈ പിന്തുണ വാഗ്ദാനം ചെയ്തത് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുമെന്നുള്ളത്. കാരണം PFI പോലെ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന, ആ സംഘടന ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്ത് സംഭവിക്കും, എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ദോഷം അതിനുശേഷം ഞാൻ പറയാം. ഗുണമുണ്ടാകാൻ സാധ്യതയുള്ളത് അവർക്ക് ആകെ കേരളത്തിലുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 2,85,000 വരുന്ന വോട്ട് ബാങ്കാണ്. 100 കണക്കിന് പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ വിജയിപ്പിക്കാനും അവർക്ക് ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു സംഘടന 3 ലക്ഷത്തോളം വോട്ടുകളെ ആകെ ഉള്ളൂ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും പല മണ്ഡലങ്ങളിലും ജയം നിർണ്ണയിക്കാൻ പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകാത്ത രീതിയിലുള്ള വോട്ടുകളാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് മലപ്പുറത്തും പൊന്നാനിയിലുമാണ്. പക്ഷെ അവിടെ നമുക്കറിയാം 40,000-ഓളം വോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കൃത്യമായി ലോക്സഭയിലേക്ക് വരുമ്പോൾ അത് ജയപരാജയങ്ങളൊന്നും നിർണ്ണയിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ആ മണ്ഡലങ്ങളിൽ. കാരണം മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വമുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ മറ്റു പല മണ്ഡലങ്ങളിൽ ഈ വോട്ടുകൾ കൂടി ഇവർക്ക് പോയാൽ, UDFന് പോയിട്ടുണ്ടെങ്കിൽ ജയപരാജയം നിർണ്ണയിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥികൾക്ക് ഒരു സഹായമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഇതുകൊണ്ടുണ്ടാക്കാൻ പോകുന്ന ആഫ്റ്റർ എഫക്ട് എന്താണ്? ആഫ്റ്റർ എഫക്ട് SDPI പോലൊരു സംഘടനയുടെ പിന്തുണ കോൺഗ്രസ് മേടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF മേടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ SDPIയോടും PFIയോടും ഒക്കെ എതിർപ്പുള്ള ഒരു ഹിന്ദുക്കളിലെ ഒരു വിഭാഗപ്പെട്ട ആളുകൾ അവർ തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് അകലും. പക്ഷെ അത് തൽക്കാലം അവിടെ കിട്ടും. അതിനേക്കാൾ വലിയ കേരളത്തിൽ പ്രചാരപ്പെട്ട പ്രശ്നം കേരളത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു മതപരമായ ചേരിതിരിവ് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്കും കോൺഗ്രസിനോട് അകൽച്ച ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഗുണത്തേക്കാൾ കൂടുതൽ ഇത് ദോഷമാണ് കോൺഗ്രസിന് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് ചുരുക്കം. ഇത് കേരളത്തിലെ കാര്യമാണ്. പക്ഷെ ഓൾ ഇന്ത്യ തലത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഓൾ ഇന്ത്യ തലത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലാണ് റിപ്പബ്ലിക് TV എന്ന് പറയുന്നത്. അതിന്റെ അവതാരകനാണ് അർണബ് ഗോസ്വാമി. അദ്ദേഹം നടന്ന ചർച്ചകൾക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്. ആ അർണബ് ഗോസ്വാമി നടത്തിയ ചർച്ചയിൽ അർണബ് ഗോസ്വാമി വന്നിട്ട് പറയുന്ന ഒരു വാചകം, ഇതാ ഇവിടെ PFI പോലെയുള്ള സംഘടനയുടെ രാഷ്ട്രീയ വിങ്ങുമായി കോൺഗ്രസ് ഇവിടെ ഒരു അലയൻസിലേക്കായിരിക്കുന്നു എന്നും അത്തരത്തിൽ അലയൻസിലായിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസിന് ഇന്ത്യയിൽ ഏതെങ്കിലും രാജ്യത്തെ സ്നേഹിക്കുന്നവർ വോട്ട് ചെയ്യുമോ എന്നുമൊക്കെയുള്ള ചോദ്യങ്ങളാണ് അർണബ് ഗോസ്വാമി തൊടുത്തുവിടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ രാജ്യത്തുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത് വ്യാപകമായി കോൺഗ്രസിനെതിരായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇത് മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കകം തന്നെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കേരളത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരനോ K സുധാകരനോ അല്ലെങ്കിൽ VD സതീശനോ മീറ്റിംഗ് വിളിച്ച് ഈ പിന്തുണ വേണ്ടെന്ന് പറയേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ പറഞ്ഞത് ഏതാണ്ട് 3ാമത്തെ ദിവസമാണ്. 48 മണിക്കൂറിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതുകൊണ്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പൊ തൽക്കാലം പറഞ്ഞിരിക്കുന്നു. പറഞ്ഞപ്പോൾ പോലും ഈ പ്രചാരണം, അതായത് അഖിലേന്ത്യാ തലത്തിൽ PFI പോലെ തീവ്രവാദ ബന്ധമുണ്ടെന്ന ആരോപണമുള്ള PFI പോലെയുള്ള സംഘടനകൾ ഇവിടെ കോൺഗ്രസുമായി കൂട്ടുചേർന്നിരിക്കുന്നു എന്നും അവരുടെ വോട്ട് മേടിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ അപകടമാണ് ചെയ്യുക.
ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കപട തന്ത്രം കൂടി ഉണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ ഒക്കെ AIMIM എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ആ പാർട്ടിക്കെതിരെയൊന്നും BJP പോലും വലിയ നിലപാടെടുത്തിട്ടില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിൽ പല തന്ത്രങ്ങൾ കൊണ്ടിട്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയോ കളയുകയൊക്കെയാണ് അവരെല്ലാ എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഈ SDP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പൊ പൊടുന്നനെ വന്ന് പറഞ്ഞത് ഇത് BJPയെ സഹായിക്കാനാണോ അതോ CPM-നെ സഹായിക്കാനാണോ എന്ന് മാത്രമേ നമുക്ക് സംശയിക്കാനുള്ളൂ. കാരണം അഖിലേന്ത്യാ തലത്തിൽ ഇത് BJPയെ സഹായിക്കും. കാരണം കോൺഗ്രസിന് SDP പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് കുറച്ചെങ്കിലും തീർച്ചയായിട്ടും CPM-നെ സഹായിക്കും. കാരണം ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിലും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവിടെ വിജയപ്രതീക്ഷയൊന്നുമില്ല. ഇപ്പൊ കോട്ടയം പോലെയുള്ള മണ്ഡലങ്ങളിൽ, എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് വിജയപ്രതീക്ഷയൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ കൂടി CPIയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കൊണ്ട് അത് CPM-ലേക്ക് പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇത് CPM-ന്റെ കൈകൾ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഈ PFI നിരോധിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം, ഒരൊറ്റ വരിയിൽ കൊല്ലത്തുള്ള അവരുടെ നേതാവ് ഈ സംഘടന പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വരി എഴുതിയാണ് ഈ സംഘടന പിരിച്ചുവിട്ടത്. അതിനുശേഷം ഈ PFI-കാരൊക്കെ എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കൂടുതൽ PFI-കാർ കേരളത്തിലുണ്ടായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വോട്ടും SDP-ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇവരിൽ കുറച്ചു പേര് മാത്രമേ SDP-ക്കാരായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. മഹാഭൂരിപക്ഷം പേരും പ്രവർത്തിക്കുന്നത് CPM-ലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് CPM-നെ കേരളത്തിൽ സഹായിക്കാനുള്ള ഒരു തന്ത്രമായി കൂടി നമുക്ക് കണക്കൂട്ടാം. പക്ഷെ ഇത് തിരിച്ചറിയുന്നതിൽ UDF-ന്റെ നേതാക്കൾക്ക് വലിയ കുഴപ്പം പറ്റിയിരിക്കുന്നു. അവർ മെല്ലെപ്പോക്ക് സമീപനം നടത്തി. ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇതിനെക്കുറിച്ച് ഇപ്പൊ പിന്തുണ വേണ്ട എന്ന് പറയുന്ന അഭിപ്രായമായി പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അപ്പൊ പോലും വലിയ കൺഫ്യൂഷൻ നിലവിലുണ്ട്. ആ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രേമചന്ദ്രൻ ഇതിനോട് അനുകൂലിക്കുന്നില്ല, എല്ലാവരുടെയും വോട്ട് ഞാൻ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. K. മുരളീധരനും ഒരു വേഗമായി പറഞ്ഞേക്കുന്നത് ഇത്തരത്തിലുള്ള വോട്ടുകൾ സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നിലപാടില്ലായ്മ കൊണ്ടിട്ട് ചെറിയ തോതിലെങ്കിലും കോൺഗ്രസ് ഒരുപക്ഷെ ലോക്സഭയിലേക്കൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചേക്കാം. പക്ഷെ എങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും ഏറ്റവും അവസാനത്തെ തന്ത്രം എന്നുള്ള നിലക്ക് കൂടിയാകാം CPM SDP-യുടെ കൊണ്ട് കോൺഗ്രസിന് പിന്തുണ കൊടുപ്പിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം.